യേശുവിൻ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പാട്ടുകളൊക്കെ പഠിക്കുന്നുണ്ടോ? ഇതെല്ലാം ഓർത്തെടുക്കുന്നുണ്ടോ? കഥയൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അതോ ചുമ്മാതെ ഇരുന്ന് കളിച്ച് പഠിച്ചങ്ങ് പോവാണോ? അല്ല, യേശുവിൻ കുഞ്ഞുങ്ങൾ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലായ്പ്പോഴും വളർന്ന, എല്ലായ്പ്പോഴും നിലകൊള്ളുന്നവരാ. കാരണം നമ്മുടെ സങ്കേതം ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. അതിന് ദൈവം അവിടുന്ന് ഇടയാക്കട്ടെ. എല്ലാ മിടുക്കികളും മിടുക്കന്മാരും ഒരുമിച്ച് ചേർന്ന് പാട്ട് പഠിക്കണം. പഠിക്കുമോ? പാട്ട് പഠിക്കണം. യേശു ക്രിസ്തു എൻ്റെ നേതാവാണ്. ഈ ഭൂമിയിൽ ഏത് പ്രതികൂലങ്ങളെയും നേരിടാൻ എനിക്ക് കരുത്ത് തരുന്ന എൻ്റെ സങ്കേതം എൻ്റെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാം. ഓരോ പാട്ടും കഥയും നമുക്ക് ബലം നൽകുന്നതാകട്ടെ. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഒന്നായി പാടാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് അച്ചാച്ചനൊരു ഹിന്ദി പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങളോട് ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നമ്മുടെ ഭൂലോകം സൃഷ്ടിച്ച നാഥൻ ആരാണ്? ഈ ലോകത്തിനെല്ലാം അധിപൻ ആരാണ്? എല്ലാവരുടെയും രാജാക്കന്മാരുടെ രാജാവ് ആരാണ്? എല്ലാത്തിനും ഒരു ഉത്തരവാണല്ലേ, നമ്മുടെ സ്വന്തം യേശു ക്രിസ്തു. നമുക്ക് അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഒരു പാട്ട് പഠിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വേഗം പഠിക്കാവുന്ന ഒരു പാട്ടാണ്. ഇതൊരു ഹിന്ദി പാട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് പാടി കേൾപ്പിക്കാം. कौन है राजाओं का राजा? कौन है दुनिया का बादशाह? कौन है राजाओं का राजा? कौन है दुनिया का बादशाह? यीशु के उसका नाम, यीशु के उसका नाम, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार। पानी पे चलता है, बीत को खिलाता है, पानी पे चलता है, बीत को खिलाता है, शैतान की डरता है यीशु की नाम से, शैतान की डरता है यीशु की नाम से। कौन है राजाओं का राजा? कौन है दुनिया का बादशाह? कौन है राजाओं का राजा? कौन है दुनिया का बादशाह? यीशु के उसका नाम, यीशु के उसका नाम, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार. എളുപ്പമല്ലേ ഈ പാട്ട്? ഒരു 6 വരി നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു പാട്ടാണ്. ഇതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജാക്കന്മാരുടെ രാജാവ് ആരാണ്? നമ്മുടെ സ്വന്തം യേശു ക്രിസ്തു. ഈ ഭൂലോകം മുഴുവൻ സൃഷ്ടിച്ച നാഥൻ ആരാണ്? നമ്മുടെ സ്വന്തം യേശു ക്രിസ്തു. നമുക്ക് ആദ്യത്തെ 4 വരി നമുക്ക് പെട്ടെന്ന് പഠിക്കാം. कौन है राजाओं का राजा? कौन है दुनिया का बादशाह? ഒന്ന് ഒരുമിച്ച് പാടാം. 1 2 3 സ്റ്റാർട്ട്. कौन है राजाओं का राजा? कौन है दुनिया का बादशाह? यीशु के उसका नाम, यीशु के उसका नाम, तो करो जय जयकार, तो करो जय जयकार. ഓക്കെ, നമുക്ക് ലാസ്റ്റ് 2 വരി ഒന്നുകൂടെ പാടാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. यीशु के उसका नाम, यीशु है उसका नाम, तो करो जय जयकार, तो करो जय जयकार. ഇത് സെയിം ട്യൂൺ തന്നെയാണ്. നമുക്ക് സ്റ്റാൻസിലേക്ക് വരുമ്പോഴും അതും ഒരു 4 വരി നമുക്ക് പെട്ടെന്ന് പഠിക്കാം. 1 2 3 स्टार्ट. पानी पे चलता है, बीत को खिलाता है, शैतान की डरता है यीशु की नाम से,
शैतान की डरता है യേശു की नाम से. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ആദ്യം മുതൽ നമുക്കൊന്ന് ഒരുമിച്ച് പാടാം. Okay, 1 2 3 start. कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह. यीशु है उसका नाम, यीशु है उसका नाम. तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार. पानी पे चलता है, बेत को खिलाता है, पानी पे चलता है, बेत को खिलाता है. शैतान की डरता है यीशु की नाम से, शैतान की डरता है യേശു की नाम से. ഇത്രയേ ഉള്ളൂ ഈ പാട്ട്. നമുക്ക് പെട്ടെന്ന് ഒരുമിച്ച് പാടാം. എല്ലാവരും പാടാൻ റെഡിയാണോ? നമുക്ക് ഒരുമിച്ച് പാടാം. कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह. यीशु के उसका नाम, यीशु के उसका नाम. तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार. पानी पे चलता है, बेत को खिलाता है, पानी पे चलता है, बेत को खिलाता है. शैतान की डरता है यीशु की नाम से, शैतान की डरता है यीशु की नाम से. कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह. यीशु के उसका नाम, यीशु के उसका नाम. तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार. എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പാട്ട് നിങ്ങൾ എല്ലാ കൂട്ടുകാരടുത്തും, നിങ്ങളുടെ സൺഡേ സ്കൂളിലുള്ളതാണേലും, നിങ്ങളുടെ പള്ളിയിലുള്ളതാണേലും, നിങ്ങളുടെ സ്കൂളുകളിലുള്ളതാണേലും എല്ലാ കൂട്ടുകാർക്കും ഈ പാട്ട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കുമോ? ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ പാട്ടുമായി അച്ഛൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. हेलो, क्या हाल चाल है? आप सब ठीक हो? आप सब ठीक हो क्या? मुझे मालूम है आप लोग हंस रहे हो क्योंकि आप लोगों को हिंदी नहीं मालूम. मुझे मालूम है अच्छी तरह. आज आपने सीखा है हिंदी का एक गीत. कौन है രാജാവും का രാജ. मैं पूछूं? ഞാൻ ചോദിക്കട്ടെ, ആരാണ് രാജാവ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്ബർ രാജാവ്, വേദപുസ്തകത്തിൽ ഹേരോദ രാജാവ്. നമ്മൾ പല രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ രാജാവ് നമ്മുടെ ക്രിസ്തുവാണ്. നമ്മുടെ ക്രിസ്തുവാണ്. ഒരു എംപറേഴ്സും ഒരു രാജാവും ഈ ലോകത്തിൽ വാണിട്ടില്ല. അവർ മരിച്ചു പോയതേ ഉള്ളൂ. എന്നാൽ ക്രിസ്തുവാകുന്ന രാജാവ് ഇന്നും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ മൈ ക്രൈസ്റ്റ് ഈസ് മൈ കിങ് എന്ന് പറയണം. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. കഥയിലൂടെ
ഹായ് കൂട്ടുകാരെ, സന്തോഷമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഥ കേൾക്കുന്ന ഇഷ്ടമല്ലേ? നമുക്കൊരു കഥ കേട്ടാലോ? ഒരു മുടന്തൻ്റെ സൗഖ്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചിട്ടുണ്ടോ? ബൈബിൾ വായിക്കുന്നവരാണോ? എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികളിലുള്ള ഒരു മുടന്തൻ്റെ സൗഖ്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഈ മുടന്തൻ്റെ സൗഖ്യം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ യേശുവപ്പച്ചൻ്റെ 2 ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെയാണ് ആ ശിഷ്യന്മാരെന്നറിയാമോ? പത്രോസും യോഹന്നാനും. നമുക്കറിയാമല്ലോ, യേശുവപ്പച്ചൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ശിഷ്യന്മാരാണ് ആര്? പത്രോസും യോഹന്നാനും. ഇവരിങ്ങനെ ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായി പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ കിടന്നങ്ങ് നിലവിളിക്കുക. എന്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നതെന്നറിയാമോ കൂട്ടുകാരെ? സൗഖ്യത്തിന് വേണ്ടിയല്ല, മറിച്ച് എന്തിനു വേണ്ടിയാ? ഭിക്ഷയ്ക്കായിട്ട്. അവൻ ഭിക്ഷക്കാരനാ. അവനെപ്പറ്റി പറയുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ. അവൻ അവിടെ ഇരുന്ന് എല്ലാ ദിവസവും ഭിക്ഷ യാചിക്കും. എന്തേലും തരണേ, എനിക്കെന്തേലും തരണേ. നമ്മൾ കണ്ടിട്ടില്ലയോ ചില പള്ളികളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മളോട് എന്തേലും തരണമേ എന്ന് ചോദിക്കുന്നവരെ? അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നിലവിളിക്കുക. അങ്ങനെ ശിഷ്യന്മാർ 2 പേരും പത്രോസും യോഹന്നാനും ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവരോടും പറഞ്ഞു, എന്തേലും തന്നിട്ട് പോണേന്ന്. ഉടനെ പത്രോസും യോഹന്നാനും അവനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ തരാനായിട്ട് ഒന്നുമില്ല. യേശുപ്പച്ചൻ്റെ ശിഷ്യന്മാരില്ലയോ, അവർ ശുശ്രൂഷ ചെയ്യുന്നവരാ, അവരുടെ കയ്യിൽ പൈസയായിട്ട് കൊടുക്കാനായിട്ട് ഒന്നുമില്ല. എന്നിട്ട് അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഒരു കാര്യമുണ്ട് തരാൻ. എന്താ കൊടുത്തതെന്നറിയാമോ? അവർ യേശുപ്പച്ചനെ ആർക്ക് കൊടുത്തു? ഈ മുടന്തനായ മനുഷ്യന് കൊടുത്തു. അവിടെ പറയുന്നുണ്ട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്താ അവർക്കുണ്ടായിരുന്നത്? അവരുടെ സമ്പാദ്യമെന്ന് പറയുന്നത് യേശുവപ്പച്ചനായിരുന്നു. യേശുവപ്പച്ചനെ ആർക്ക് കൊടുത്തവർ? ഈ മുടന്തനായ മനുഷ്യന് കൊടുത്തു. മുടന്തനായ മനുഷ്യനെ യേശുവപ്പച്ചന് കൊടുത്തപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? യേശുവപ്പച്ചനെ കൈക്കൊണ്ടപ്പോൾ അവൻ സൗഖ്യമുള്ളവനായിട്ട് മാറി. അവൻ്റെ മുടന്ത് മാറി. അവൻ ചാടി എഴുന്നേറ്റ് അവരുടെ കൂടെ എങ്ങോട്ട് പോയി? ദേവാലയത്തിലേക്ക് നടന്നുപോയി. യേശുവപ്പച്ചനെ അവൻ സ്വീകരിച്ചപ്പോൾ അവൻ എന്ത് ലഭിച്ചു? സൗഖ്യം ലഭിച്ചു. നമ്മുടെ ജീവിതാനുഭവങ്ങളിലും ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? സൗഖ്യം ലഭിക്കും. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഈ യേശുവപ്പച്ചനെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? ഈ പത്രോസും യോഹന്നാനും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന യേശുവപ്പച്ചനെ ആർക്ക് കൊടുത്തു? ഈ മുടന്തനായ ഭിക്ഷക്കാരന് കൊടുത്തു. അതവന് സൗഖ്യം വന്നു. എന്നാൽ നമ്മുടെ സ്കൂളിലുള്ള നമ്മുടെ കൂട്ടുകാർക്ക് ഈ യേശുവപ്പച്ചനെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ VBS പോയിട്ടുണ്ട്, സൺഡേ സ്കൂളിന് പോയിട്ടുണ്ട്, ക്യാമ്പിന് പോയിട്ടുണ്ട്, യേശുവപ്പച്ചനെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? യേശുവപ്പച്ചനുണ്ട്. എന്നാൽ ഈ യേശുവപ്പച്ചനെ എത്ര പേർക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? പങ്കുവെക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ കൂട്ടുകാർക്ക്, യേശുവപ്പച്ചനെ അറിയാത്ത നമ്മുടെ കൂട്ടുകാർക്ക് യേശുവപ്പച്ചനെ കൊടുക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. യേശുവപ്പച്ചനെ അറിയാത്തവർക്ക് യേശുവപ്പച്ചനെ കൊടുക്കുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമാകണം. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കർത്താവിനെ പങ്കുവെക്കുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പങ്കുവെക്കുമ്പോൾ അത് നമുക്കും മറ്റുള്ളവർക്കും എന്തായിത്തീരും? അനുഗ്രഹമായി തീരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ ആരെ കൊടുക്കണം? നമ്മുടെ യേശുവപ്പച്ചനെ കൊടുക്കുന്നവരായി തീരുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമാകണം. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, മറ്റുള്ളവരുടെ സൗഖ്യത്തിന് നമ്മൾ കാരണക്കാരായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ക്രമീകരിക്കാം. അതിന് യേശുവപ്പച്ചൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഥ ഇഷ്ടമായോ? അങ്ങനെയെങ്കിൽ മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്. കുഞ്ഞുങ്ങളെ, കഥ കേട്ടോ? മുടന്തന് സൗഖ്യം തരുന്ന ദൈവം.
നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളും, ഒരുപക്ഷെ നമ്മുടെ പപ്പായും മമ്മിയും ഒക്കെ ഹോസ്പിറ്റലാകുമ്പോൾ, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഹോസ്പിറ്റലാകുമ്പോൾ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് സൗഖ്യം തന്ന ദൈവം. അങ്ങനെയെങ്കിൽ ജീവിതം ഒരു സൗഖ്യദായകമായി തീരണം. അത് അപരൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒരു സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിധേയപ്പെടണം. ക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ ജീവിക്കണം. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. അച്ഛാ, എന്താ ആൻറ്റി, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഓ, ഇതിൻ്റെ കാര്യം ഒന്ന് സംസാരിക്കാനാ. ടോമേ, നിനക്കെന്നാ പറ്റി? അച്ഛാ, എനിക്ക് എത്ര വയസ്സ് പറയും? ഇവനിങ്ങനെ താടിയും മീശയൊക്കെ വളർത്തി നടക്കുമല്ലേ. ഇപ്പം കണ്ട ഒരു 10-22 വയസ്സ് പറയും. അച്ഛാ, 20 പോലും തികഞ്ഞില്ല. ഇവനിങ്ങനെ താടിയും പൊടിയും മീശയൊക്കെ വെച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? 10-25 വയസ്സ് തോന്നത്തില്ലേ? അങ്ങനെ ഉണ്ടാതിരുന്നേ. എൻ്റെ സൗകര്യമല്ലേ, എൻ്റെ കൊത്തല്ലേ ഇരിക്കുന്നത്, നിങ്ങളുടെ കൊത്തല്ലല്ലോ. ഡാ എന്തോ ഈ സംസാരിക്കുന്നത്? മമ്മിയോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അച്ഛാ, എന്താ ആൻറ്റി? എനിക്കേ ഭയങ്കര ദേഷ്യ, ആരോട് സംസാരിക്കത്തില്ല. കോളേജിൽ നിന്ന് വന്ന ഉടനെ മുറിക്കകത്ത് കയറി അതിലടച്ചിരിക്കും. ആണോ ടോമേ? എൻ്റെ സിസ്റ്റമല്ലേ അത്. എനിക്ക് സൗകര്യമില്ല ഉണ്ടാൻ. എനിക്ക് ആരോടും വർത്താനം പറയണ്ട. എനിക്ക് എൻ്റെ സ്വകാര്യതയോ എനിക്ക് ആവശ്യം. എന്ത് സ്വകാര്യതയാ? നിനക്ക് സ്വകാര്യത തോന്നേണ്ട പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സ്വകാര്യതയ്ക്ക് പ്രായമൊന്നും ഇല്ല. അച്ഛൻ അങ്ങനൊന്നും പറയണ്ട. അച്ഛൻ എന്താ പറയണം? അച്ഛാ, ഇതാ ഇവൻ്റെ കുഴപ്പം. ആരോടും സ്നേഹമില്ല, ആരോടും വർത്താനം പറയത്തില്ല. പുറക്കകത്ത് കയറി കഥ കടച്ചിരിക്കുക സർവ്വ നേരവും. എന്താ മോനെ, എന്തു പറ്റി? അച്ഛനോടാണ് ദേഷ്യപ്പെടുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കുക. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കുക. മതി 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 മതി. രണ്ടുപേരുടെയും പ്രശ്നം മനസ്സിലായി. മോനെ, നിനക്കെന്താ പരിപാടി? നീ ക്ലാസ്സിൽ കയറുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ആരും അറിഞ്ഞു? ഞാൻ ക്ലാസ്സിലൊക്കെ കയറുന്നുണ്ട്. കയറുന്നുണ്ടായിരുന്നു, ഇപ്പം കയറുന്നില്ല. നിനക്കാരടാ കൂട്ടുള്ളത്? എനിക്ക് നല്ല കൂട്ടുകാർ തന്നെയാ. എൻ്റെ കൂട്ടുകാരെക്കുറിച്ചൊന്നും അച്ഛനറിയണ്ട. ആഹാ, ഞാൻ അറിഞ്ഞല്ലോ. ഈ ആൻറ്റി പറയുന്ന മുമ്പ് തന്നെ ഞാൻ അന്വേഷിച്ചു. എന്താ അച്ഛാ? ആൻറ്റി ഇവനെ ചീത്ത കൂട്ടുകെട്ട ആൻറ്റി. നമ്മുടെ കമ്പനികളൊന്നുമല്ല, നമ്മുടെ പള്ളിയിലെ പിള്ളേരോ നമ്മുടെ കുട്ടികളൊന്നുമല്ല. വലിയ ആളുകളുമായിട്ട് ഇവൻ്റെ കമ്പനി. ഇവന് കോളേജിലൊന്നും കയറത്തില്ല. അവരുടെ കൂടെ ബൈക്കിൽ കറങ്ങി നടക്കുകയാണ്. പല സ്ഥലത്ത് വെച്ച് നമ്മുടെ പല ആളുകളും ഇവനെ കണ്ടിട്ടുണ്ട്. എൻ്റെ ആൻറ്റി വിഷമിക്കണ്ട, അവൻ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അവനെ നമുക്ക് കണ്ടെത്താം. ആരാ നിൻ്റെ കൂട്ട്? എൻ്റെ ഇഷ്ടമുള്ളവരെൻ്റെ കൂട്ടുകാരാ. അങ്ങനൊന്നും പറയില്ല മോനെ, അച്ഛനെല്ലാം അറിയാം കേട്ടോ. നീ പോകുന്നത് അപകടത്തിലേക്കാണ്. നിനക്കവർ ഡ്രഗ്സ് തന്നോ? ആര് പറഞ്ഞു? ഞാൻ ഡ്രഗ്സ് ഒന്നും കഴിക്കത്തില്ല. നീ കഴിക്കത്തില്ല, പക്ഷെ നീ അതിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ ദിവസം അവരെന്തോ പാക്കറ്റ് നിനക്ക് തന്നില്ലേ? ആര് പറഞ്ഞു? അച്ഛൻ കള്ളം പറയുക. അച്ഛൻ കള്ളം പറയുകടാ, സത്യം പറയുകടാ. ആരെന്താ നിനക്ക് തന്നത്? ആൻറ്റി, സാരമില്ല ആൻറ്റി, അവൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവൻ അപകടത്തിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് തക്ക സമയത്ത് ഇവനെ പിടിക്കാനായിട്ട് പറ്റിയ. ടോമേ. അച്ഛൻ. മോനെ, നീ അപകടത്തിലോട്ട് പോകുക. നിൻ്റെ ആ കൂട്ടുകെട്ട് നീ നിർത്തണം കേട്ടോ. വലിയ അപകടത്തിലേക്കാണ് നീ പോകുന്നത്. അച്ഛൻ. സത്യവും മോനെ, എത്രയോ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. നീ അങ്ങനെ പോകരുത്. നീ നമ്മുടെ പള്ളിയിലെ കൊയറിലെ മെമ്പറല്ലേ? നീ യൂത്തിൻ്റെ മെമ്പറല്ലേ? അല്ലേ? നീ സൺഡേ സ്കൂൾ സീനിയർ സ്റ്റുഡൻ്റ് അല്ലേ? നീ യേശുവിനെ അറിയുന്ന കുഞ്ഞല്ലേ? അങ്ങനെ നീ പോകാമോ? ഒന്നാമത് നീ മീശയും താടിയൊക്കെ എടുക്കണം, എന്നിട്ട് നല്ല വൃത്തിയാകണം. അതെ അച്ഛാ, പറഞ്ഞു കൊടുക്ക്. സാത്താനെ കോലുണ്ട് കണ്ടിട്ട്. അങ്ങേ നീ മമ്മീന്നൊന്നും വിളിക്കണ്ട. മമ്മി പറഞ്ഞത് ശരിയാ. നിന്നെ ഇപ്പം കണ്ടാൽ ഒരു സാത്താൻ കുഞ്ഞിനെ പോലെ. നീ മീശ എടുക്കുമോ? ഈ താടിയൊക്കെ ഒന്ന് വളിച്ച് കള. അതിനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ നിനക്ക്. ഓക്കെ,
ഓക്കെ. ആ കൂട്ടുകെട്ട് നീ ഉപേക്ഷിക്കണം. നിൻ്റെ ക്യാമ്പസിൽ ഒരുപാട് നല്ല പിള്ളേരില്ലേ, നീ അവരുടെ കൂടെ കൂട്. ഓക്കെ. ഓക്കെ പറഞ്ഞാൽ പോരാ, അനുസരിക്കുമോ? യെസ് അച്ഛൻ, സോറി അച്ഛൻ. ആ ആൻറ്റി, യെസ് അച്ഛാ. അവനൊരു സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. അവനെ വീക്ഷിക്കാനായിട്ട് നമുക്ക് ആളുകളൊക്കെ ഉണ്ട്. അവൻ്റെ കോളേജിൽ തന്നെ അവനെ നോട്ട് ഇട്ടിട്ടുണ്ട്. അയ്യോ, നീ പേടിക്കണ്ട. പക്ഷേ ഇനി ആ കൂട്ടുകെട്ടി പോയാൽ നിൻ്റെ പ്രിൻസിപ്പാളൊക്കെ നിന്നെ പിടിക്കും. അതിനൊന്നും ഇടയാകരുത്. നല്ല കുഞ്ഞായിട്ട് നീ വളരണം. ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം കേട്ടോ. നീ ഡ്രഗ്സിൽ കൂട്ടുകെട്ടിലൊന്നും അകപ്പെടരുത്. മയക്കുമരുന്നിൻ്റെ ലോകമാണ്, അതിലൊന്നും നീ വീണു പോകരുത്. അങ്ങേ എന്നാ കുഞ്ഞേ? സോറി. ഓ ഓക്കെ അച്ഛൻ, താങ്ക് യു അച്ഛൻ. ഇതിനു വേണ്ടി ഞാൻ അച്ഛനോട് വരാൻ പറഞ്ഞേ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ഇന്ന് ചീത്ത കൂട്ടുകെട്ടിലൊക്കെ അകപ്പെട്ട് ഇതുപോലുള്ള മഹാവിപത്തിലേക്ക് വീഴുമ്പോൾ ഒരു മടങ്ങിവരവ് സാധ്യമാകണം. അതേത് സമയത്തും ഉണ്ടാകണം. വൈകിപ്പോകുവാനിടയാകരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപകടങ്ങളിലേക്ക് പോകുന്നവരെ ഓർമ്മപ്പെടുത്തുക. ഏത് സമയത്തും അപകടമുണ്ടാകാം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ യേശുവിൻ്റെ കുഞ്ഞുങ്ങളായി ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഥ കേട്ടായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം ഏറ്റവും കൂടുതൽ നിങ്ങൾ പപ്പായോടും മമ്മിയോടും സംസാരിക്കുന്നത് എത്ര നേരമാണ്? 1 hour? യെസ്. മൊബൈലിൽ കൊണ്ടിരിക്കുന്നതോ 10 hour, 14. ഇതൊന്നുകൊണ്ട് ആ പുറകിൽ നിന്ന് ജുവാന പറയുന്നു 16 hours. 24 hours 16 hours മൊബൈലിലോ? എന്തെടുക്കുക? ഫോൺ വിളിക്കുകയാണോ? ഫ്രണ്ട്ഷിപ്പ്, വൈബ്. എനിക്കറിയാം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പേരൻസുമായിട്ടുള്ള നിങ്ങളുടെ ടച്ച് വിട്ടു. നിങ്ങൾ നിങ്ങളുടെ മുറിക്കകത്ത് തന്നെ ഒതുങ്ങി നിന്നു. നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു. നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വെറുക്കാൻ തുടങ്ങി. നിങ്ങളുടെ ടൈമിംഗ് എല്ലാം തെറ്റി തുടങ്ങി. നിങ്ങളുടെ ഉറക്കമില്ല. രോഗം പിടിപെടുന്നു. ജീവിതത്തെ ഒരു അഡിക്റ്റാക്കി തീർക്കാം. ലൈഫ് അഡിക്റ്റ് ആകട്ടെ. എനിക്ക് ജയിക്കണം, ക്രിസ്തുവിനോടുകൂടെ നിലകൊള്ളണം. ആ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതം ഒരു ഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. പാടാം, കുഞ്ഞു കാകൾ തുള്ളി തുള്ളി പിമ്പേ പോകാം. കുഞ്ഞു കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം. കുഞ്ഞു കാകൾ തുള്ളി തുള്ളി യേശുവെ പിമ്പേ പോകാം. പേടിയിട്ടും വേണ്ട കൂടെ യേശുണ്ട്. പേടിയിട്ടും വേണ്ട കൂടെ യേശുണ്ട്. തിത്തെടുത്ത് പാടി പാടി യേശുവെ പിമ്പേ പോകാം. ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഒരാഗ്രഹമുണ്ടോ എൻ്റെയും വീഡിയോ വരണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഇതേ ഫോമിൽ പിടിച്ച് പാട്ട് റെക്കോർഡ് ചെയ്യണം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പാട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച കാണും വരെ ബൈ ബൈ.